ഡെസ്റ്റിനേഷനിലോട്ട് കുറച്ച് ദൂരം ബാക്കിയുള്ളൂ. അപ്പം വരുന്ന വഴിക്കുള്ള വിഷ്വൽസ് ആയപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഒരു സൈഡിൽ വയലും ഒരു സൈഡിൽ വെള്ളവും. ഇന്നെന്തായാലും നമ്മൾ ഫാമിലി ആയിട്ട് ഒരു വെറൈറ്റി പരിപാടിക്ക് ഇറങ്ങിയേക്കുവാണ്. യൂഷ്വലി നമ്മുടെ ട്രാവൽ കാര്യത്തിനാണ് പോകുന്നത്. ഇപ്രാവശ്യം ട്രാവൽ ചെയ്യാൻ നമ്മളൊരു സ്ഥലത്ത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുവാണ്. ഗരുഡാഗിരി എന്ന് പറയുന്ന ഒരു ഷാപ്പിലാണ് വന്നിട്ടുള്ളത്. ഷാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി കൈൻഡ് ഓഫ് വൈബുള്ള ഒരു ഷാപ്പാണ്. ഇവിടെ ആലപ്പുഴയാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എല്ലാം നല്ല തിരക്കാണ്. ഭയങ്കര തിരക്കുള്ള ഒരു ഷാപ്പ്. നല്ല ആംബിയൻസ് ആണ്. ചുറ്റും നല്ല വെള്ളവും വയലും അതുപോലെ തന്നെ തെങ്ങും എല്ലാം നല്ല നല്ല അടിപൊളി ആംബിയൻസ്. നമുക്ക് വന്നിരുന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ്. ഇനി ഇവിടുത്തെ ഫുഡും കാര്യത്തിനെയൊക്കെ പറ്റി കുറേ നല്ല റിവ്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ റിവ്യൂ ഒക്കെ ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ. എന്നിട്ട് ഞങ്ങളുടെ ഒരു റിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെ, അപ്പോൾ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആണ്. പപ്പയും അങ്കിളും സുബിനും എല്ലാവരും ഉണ്ട് നമ്മളിവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു പോകാം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ മലയും കുന്നുമൊക്കെ വിട്ടിട്ട് കായൽ പിന്നെ കണ്ടം അങ്ങനെയുള്ള ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ്. നല്ല കാറ്റല്ലേ, നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് കിടക്കുകയാണ്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്ത് തന്നെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ആളുണ്ട്, നല്ല തിരക്കുമാണ് ഇവിടെ. അടിപൊളി സ്ഥലം. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, നല്ല രസമാണ്. കാക്കകൾ പറന്നു പോകുന്നുണ്ടോ കൂട്ടമായിട്ട്? എന്ത് രസമല്ലേ കാണാൻ. അടിപൊളി. അത് കാക്കയല്ല സുബി, വേറെന്താ? കാക്ക ഇങ്ങനല്ലേ? കാക്ക അല്ലെങ്കിൽ ഒരു തരം പക്ഷി. ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല കാക്കയാണോ അതോ എന്ത് പക്ഷികളാണോ എന്ന്. പക്ഷെ എന്തായാലും അടിപൊളിയായിട്ട് അവർ കൂട്ടമായിട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു വമ്പൻ മഴയ്ക്കുള്ള എല്ലാ കോളും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്കാണെങ്കിൽ സീറ്റ് എല്ലാം റിസർവ് ചെയ്ത് വെച്ചേക്കണം. പപ്പ അവിടെ ഇരിപ്പുണ്ട്. കുറേ നേരമായിട്ട് പപ്പ അവിടെ ഇരിപ്പുണ്ട്. നമ്മളിവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ലേറ്റ് ആക്കുക. അപ്പോൾ ഇനി കുറച്ചുകൂടെ ലേറ്റ് ആയ പാടാ. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഇവിടെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഷാക്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്നാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടി ഒരെണ്ണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു അല്ലാതുള്ള ഒരു രീതിയിലാണ്. നമുക്ക് അകത്തോട്ട് കയറാം. കമോൺ. ഇവരിതേ പപ്പയും അവിടുത്തെ പപ്പയും രണ്ട് പപ്പന്മാരും ഇവിടെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തോ? അതെന്താ സംഭവം? പുതിയ പുതിയ പേരൊക്കെയാണല്ലോ. അതെന്ന് പറഞ്ഞാല് കപ്പ, ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടി ഇട്ട് പിന്നെ പയർ വർഗ്ഗങ്ങളെല്ലാം ഇട്ടുള്ള ഒരു സംഭവമാണ്. അത് അടിപൊളിയാണ്, നമുക്ക് കഴിക്കാം. നമ്മുടെ സാധനങ്ങളെല്ലാം കുറേശ്ശെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെമ്മീൻ റോസ്റ്റ് വന്നു, ബീഫ് ഫ്രൈ വന്നു, ഡെക്ക് റോസ്റ്റ് വന്നു, ക്രാബ് റോസ്റ്റ് വന്നു. ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ കുഴയെന്ന് പറയും. ഇത് കപ്പ, കാച്ചിൽ, ചേന ഇതെല്ലാം ഇട്ടിട്ട് പയർ വർഗ്ഗം എല്ലാം ഇട്ട് കുഴച്ച് വെക്കുന്ന ഒരു സംഭവം. നമ്മുടെ നാട്ടിലെങ്കിൽ ഇതങ്ങനെ കിട്ടത്തില്ല. ഇതിവിടെ ഈ ഏരിയയിലേ ഉള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ 2 കരിമീൻ ഫ്രൈ ഇലയെ പൊള്ളിച്ചത് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വരും. ഇത്രയൊക്കെ ഉള്ള സംഭവം. ഊണിൻ്റെ കൂടെ മീൻ കറിയുണ്ട്, ചിക്കൻ കറിയാന്ന് തോന്നുന്നു അല്ലേ? ചിക്കൻ കറി, പച്ചടിയുണ്ട്, പച്ചടി, കിച്ചടി, തോരൻ, അവിയല്, ഇതൊന്നും കൂടാണ്ട് ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്. സ്പെഷ്യൽ കരിമീൻ ഇലയിൽ പൊള്ളിച്ചത് വെറൈറ്റി ഐറ്റമാണ്. കിടത്തി പൊളിച്ചത് 2 കരിമീൻ. ഇലയെ പൊള്ളിക്കുന്നുണ്ട്. എന്തോ ഇലയെ പൊള്ളിക്കുന്നത് കൊണ്ട് മസാല എല്ലാം അതിനകത്ത് പിടിച്ചിരിക്കും. ഇലയുടെ അതിൻ്റെ ഒരു മണം വരും. നമ്മളെ പൊതിച്ചോറ് കഴിക്കത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ
നീ ഒരുപാട് സാധനങ്ങൾ എടുക്കാറുണ്ട്. നീ ഇങ്ങനെ വഴിയെ ഓരോ പിന്നെ ഈ സാധനം എന്തോന്ന് വാങ്ങിക്കുക കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നും പറഞ്ഞു. ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ചോറ് കഴിക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അതുകൊണ്ടാ ചോറ് കുറച്ച് പറഞ്ഞത്. എല്ലാം തീർത്തിട്ട് അതുകൊണ്ട് ഞങ്ങൾ 4 ചോറ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ചോറ് ഇച്ചിരി എല്ലാവർക്കും വേണ്ടി എടുക്കാൻ വേണ്ടി മാത്രമേ ചോറ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ ഐറ്റംസ് ബാക്കി എല്ലാം അപ്പോൾ ഈ കുഴ എന്ന് പറയുന്നതായ സാധനം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടും ഇല്ല അല്ലേ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടും ഇല്ല. അപ്പം എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. എല്ലാത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ധൈര്യമായിട്ട് വാങ്ങിച്ച് കഴിക്കാൻ വരുന്നവർക്ക്. വരുന്നില്ലല്ലോ നോക്കാൻ പോകുന്നത്. വേറെ കുഴ എന്താ ഒരു നമുക്കൊരു അറിയാത്ത ടേസ്റ്റ് ഇല്ലയോ? ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല. രണ്ട് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ട് എപ്പോഴും കഴിക്കുമ്പോഴും ഇങ്ങനെ ഊന്തി അതിൻ്റെ ആ നല്ല ഏരിയും പുളിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിക്കുമ്പം സൂപ്പറാണ്. ഇതും അടിപൊളി ഡിഷാണ്. താറാവ് റോസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. നല്ലവണ്ണം മസാലയും ഇഞ്ചിയും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് താറാവ് റോസ്റ്റ്. എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. കുഴ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ കൊഞ്ച് ഇതാണ് എടുത്തത്. ഇത് മുമ്പേ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നാരങ്ങയുടെ ആ ഒരു ഇതൊക്കെ ഇട്ടപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ പലയിടത്തും പോയി ഡെക്ക് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടല്ലോ. ഇവിടുത്തെ ഡെക്ക് റോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കത് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇത് അടിപൊളിയായി. ബീഫ് ഫ്രൈ നല്ല ഇതാണ്, നല്ല രുചിയുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് ആണല്ലോ. വീട്ടിലുണ്ടാക്കുന്ന പോലെ ഉള്ളോ? അതിനൊക്കെ ടേസ്റ്റ് ഇല്ലേ? വീട്ടിലുണ്ടാക്കുന്നുണ്ട് അതിനകത്ത് ടേസ്റ്റ് ചേർക്കണം. എല്ലാം നല്ല ഫുഡാണ് അല്ലേ? എല്ലാം നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. ഇനി കരിമീൻ പൊള്ളിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മസാലയൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. നടുക്കുന്ന് നമുക്കെടുക്കാം. ആഹാ, ഓക്കെ, നല്ല സോഫ്റ്റാണ്. നമുക്ക് കഴിച്ചു നോക്കാം. ചിക്കൻ കറി കഴിക്കുന്ന ഒരു ഫീലുണ്ട്. ഫിഷാണെന്ന് തോന്നുന്നില്ല മാംസം കഴിച്ചിട്ട്. നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഒരു ഫ്ലേവറുണ്ട്. കൊള്ളാം. ബാക്കി ക്രാബ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മുടെ കൊഞ്ചാണ്. എവിടെ ചെന്നാലും സീ ഫുഡ് ഉള്ളപ്പോൾ കൊഞ്ച് ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിരിക്കും. നല്ല കൊഞ്ച് ഫ്രൈ അല്ലേ? കൊഞ്ച് ഫ്രൈ അല്ലേ? കൊഞ്ച് ഫ്രൈ ആണ്. നല്ലൊരു ഡീപ്പ് ഫ്രൈഡ് ആണ്. നല്ല രസമുണ്ട്. മസാലയൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പൊളി. നല്ല ക്രഞ്ചിയാണ്. അമ്മ നല്ല ഫ്രഷ് അറിയാനും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, രസമുണ്ട്. അടുത്ത് നമ്മുടെ ബീഫ് ഫ്രൈ ആണ്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടിരിക്കുകയാണ്. വലിച്ച് നമുക്ക് ഓരോന്ന് പീസായിട്ട് എടുക്കാം. നല്ല സോഫ്റ്റാണ്. നല്ല കുരുമുളകുടെ ഫ്ലേവറും മസാലയൊക്കെയാണ്. നല്ല സ്പൈസിയാണ്. നല്ല രസമുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സംഭവം. അതുപോലെ തന്നെ ഡ്രൈ ആണ്, നല്ല ടേസ്റ്റുണ്ട്. ബീഫ് കൊള്ളാം. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ കായപ്പൊടി ഇച്ചിരി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബാക്കി മസാലയൊക്കെ രസമുണ്ട്. കായപ്പൊടി ഒന്ന് ഇച്ചിരി ഒരു കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി ഇത് രസമുണ്ട്. നമ്മുടെ കരിമീൻ ആന്നേ പറയത്തില്ല. അത് നമ്മുടെ ചിക്കൻ കറിയുടെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട്. സാധാരണ മീൻ കഴിക്കുമ്പോൾ ഒരു മീനിൻ്റെ ഒരു സാധനം കിട്ടാറില്ല, ഇതിനത് കിട്ടുന്നില്ല. അതുകൊണ്ട് രസമുണ്ട്. എവിടെ പോയാലും നമ്മൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകത്തില്ല. ഏതെങ്കിലും 1-2 ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒന്നിലധികം വെറൈറ്റി സാധനങ്ങൾ വാങ്ങിച്ച് എല്ലാവരും ഡിഫറെൻറ്റ് സാധനം വാങ്ങിച്ച് പിന്നെ ഷെയർ ചെയ്യും.
നമ്മുടെ ഗുണമെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സാധനങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും പറ്റും. എല്ലാം ഫുള്ള് നമുക്ക് വാങ്ങിക്കണമെന്നുമില്ല. ഇനി ചോറിൻ്റെ കൂടെ ഓരോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സാമ്പാർ നല്ല സാമ്പാർ. ഇവിടെ സാമ്പാർ വേണം നോക്കാം. സാമ്പാർ നല്ല സാമ്പാർ കേട്ടോ. നല്ല തിക്കാണ്. അത് നല്ല മണമൊക്കെ ഉണ്ട്. യൂഷ്വലി നമ്മൾ ചിലയിടത്തൊക്കെ പോയി സാമ്പാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെള്ളവും പരിപ്പും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി മാറ്റി വെക്കാൻ പറ്റും. ഇവിടെ ആ പ്രശ്നമില്ല. നല്ല തിക്കാണ് സാമ്പാറും. നല്ല സാമ്പാർ. നല്ല സാമ്പാറാണോ? നല്ലൊരു മറ്റേ നമ്മൾ വെജ് റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സാമ്പാറിൻ്റെ ഫ്ലേവർ തോന്നുന്നുണ്ട്. രസമുണ്ട്. നമ്മൾ കരിമീൻ കഴിച്ചു. കൊള്ളാം. എൻ്റെ ഇതിൽ ഇച്ചിരി കൂടെ ഒക്കെ ഫ്രൈ ആവായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ ഇത്? മീനാണെന്ന് തോന്നുന്നില്ല. ഇലയെ പൊള്ളിച്ചത് ഇങ്ങനെ പക്ഷെ നമ്മൾ പൊള്ളിക്കുമ്പോൾ ഇച്ചിരി ഫ്രൈ ആണ്. പക്ഷെ നമുക്ക് ഇച്ചിരി മൂക്കുന്നേ നല്ലത്. സ്റ്റീംഡാ, കംപ്ലീറ്റ്ലി ഫ്രൈ അല്ല. അങ്ങനെ എല്ലാം നമ്മളൊരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാം കാലിയായിട്ടുണ്ട്. എല്ലാവരും വയറൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഇഷ്ടപ്പെട്ടത് ഏറ്റവും നല്ലതായിട്ട് തോന്നി എനിക്ക് കൊഞ്ച് ഫ്രൈ ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഒരുമാതിരിപ്പെട്ട എല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കരിമീൻ ഫ്രൈയോട് മാത്രം എനിക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല. എനിക്ക് മീനിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരിമീനിന് മീനിന്റെ ടേസ്റ്റേ തോന്നിയില്ല. അതുകൊണ്ട് ചിക്കന്റെ ടേസ്റ്റ് മൂക്കും ഇതിപ്പോ ഇലയെ പൊള്ളിച്ചതായതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. അതിനിപ്പോ ഇതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ സ്പൈസി ആവാൻ തോന്നി. ഓക്കെ, താറാവ് എനിക്ക് കാണാൻ പോലും കിട്ടിയില്ല. പിന്നെ ബീഫിനകത്ത് ബീഫ് ഭയങ്കര സ്പൈസി ആയിരുന്നു. അതിനകത്ത് എന്താ കായം ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി. പിന്നെ സുഗന്ധ എല്ലാം എരിവും പുളിയും എല്ലാം നല്ല ബീഫും കൊഞ്ച് ബീഫ് കൊഞ്ച് റോസ്റ്റ് ഒക്കെ നമ്മൾ എപ്പോഴും കൂട്ടുന്നില്ലയോ? നമ്മൾ കൂട്ടാത്ത ഐറ്റങ്ങളാണ്. എന്തായാലും എല്ലാം നല്ലതായിരുന്നു. എല്ലാം അടിപൊളിയായി. എല്ലാവരും നമ്മൾ പറഞ്ഞ ഫുഡ് എല്ലാം തീർന്നു. നല്ലതായിരുന്നു. മാത്രമല്ല ഈ താരി പ്ലേറ്റ് വരുന്ന ഫുഡ് അതിനകത്തുള്ള മീനൊക്കെ നല്ല അടിപൊളി. അത് നല്ലതായിരുന്നു. എല്ലാം ഞങ്ങളൊരു യുദ്ധം പോലെ എല്ലാം ചെയ്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ഏകദേശം തീർത്തു. കുഴ നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. നമ്മുടെ ചക്കപ്പുഴുക്കും അത് ചീനിപ്പുഴുക്കും കഴിക്കുന്ന പോലെ കണ്ടില്ലാത്തൊരിതാണ്. പയറും അതും രസമുണ്ട്. പിന്നെ കക്ക ഉണ്ടായിരുന്നു. കക്കയെല്ലാം ഡെക്ക് റോസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം വേറിട്ട ഓരോരോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഷാപ്പിൽ ആ ഒരു വൈബ് നമുക്ക് കിട്ടി. രസമുണ്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാനും. മുന്നോട്ട് നമ്മുടെ നേച്ചറൊക്കെ നോക്കി ഇരുന്ന് ഒരു എന്താ നല്ല മഴ പെയ്യുന്നൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ ഇഫ് പോസിബിൾ ഇവിടെ വന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പോയ വഴിക്ക് നമ്മൾ പരുമല പള്ളിയിലും കയറി. അവിടെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ കണ്ടപ്പോഴേ. മിനിയെ ഇവിടെ പരുമല പള്ളിയുടെ അവിടെ വെച്ച് കണ്ടത് വളരെ സന്തോഷം. ടെറസ് മൊത്തം കൃഷിയെന്ന് പറയുന്നത്. അതെ അതെ, ടെറസ് മൊത്തം കൃഷിയാണ്. നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മളെ കണ്ടപ്പോൾ ഓടിക്കൊണ്ട് വന്നു കേട്ടോ. നമ്മളെ വന്ന് പരിചയപ്പെട്ടു. ഒരുപാട് സന്തോഷം. എന്തൊക്കെയുണ്ട് സൽജിച്ച് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. നല്ല സന്തോഷം, ഭയങ്കര സന്തോഷം നിങ്ങളെ കണ്ടതിൽ. കൃഷിയൊക്കെ നല്ല രീതിയിൽ പോകുന്നു. അതെ അതെ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ടെറസ് മുഴുക്ക കൃഷിയാണെന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സ് മരങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഇവിടെ കണ്ടതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സന്തോഷം. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ശരി ശരി. നിങ്ങളുടെ വീഡിയോ എല്ലാം കണ്ടതാ, കല്യാണത്തിൻ്റെത്. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ? ഞാൻ സ്വന്തം ബിസിനസ്സാണ്. അപ്പം ഞാൻ കുറച്ച് ഫൈനാൻസിലൊക്കെ ഞാൻ
അക്കൗണ്ട്സിന് ആളുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫൈനാൻസൊക്കെ നാട്ടിൽ പത്തനംതിട്ട. മിനിഞ്ഞാന്ന് വന്നതാണ്. എൻ്റെ മദറിൻ്റെ 90th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിന് വന്നു. ഇന്ന് അമ്മച്ചെ കൊണ്ട് പള്ളിയിൽ പോയിട്ട് കുർബാന കൊണ്ടു, മക്കാങ്കുന്ന് പള്ളിയിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു നാളെ രാവിലെ പോവല്ലേ, അപ്പം ഇവിടെ പരുമല പള്ളിയിൽ വന്നിട്ട് പോകാം. അങ്ങനെ ഇവിടെ വന്നു. സാറിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇതിൽ വർക്ക് ചെയ്യുന്നു. മോനും ഒരു മോനേ ഉള്ളൂ. ഇതൊക്കെ കാണുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല. സപ്പോർട്ടാണ് അല്ലേ? ക്രേറ്റും സ്റ്റാൻഡും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിറങ്ങിയത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അപ്പം കാർമേഘമൊക്കെ ഇങ്ങനെ മൂടി കിടക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങ് വീട്ടിൽ പറ്റണം. ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എവിടെന്നെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നും. അങ്ങനെയുള്ളൊരു ഭക്ഷണം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം പിന്നെ ഇനി എന്താ പറയുക, ഇനി നമുക്ക് അവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം മെറിൻ കുടുംബമൊക്കെ അവർ അടൂരോട്ട് പോന്നു, ഞങ്ങൾ നമ്മുടെ കൊണ്ടറയിലോട്ട് പോന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ. നല്ല മഴയാണ് കേട്ടോ.